ഇതാരീ വാതില് തുറന്നിട്ടത്? എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് വാതില് തുറന്നിട്ടില്ലെന്ന്. അമ്മ അമ്മ വിശക്കണ എന്തെങ്കിലും എന്താ പെട്ടെന്ന് തേക്കാത്ത എന്തെങ്കിലും എടുത്തോ. ഒരു ലൈൻ ബസ് പുഴുങ്ങി വെച്ചിട്ടുണ്ട്, എടുക്കട്ടെ? ഒരു ലൈൻ ബസ് പുഴുങ്ങി വെച്ചിട്ടുണ്ട്, എടുക്കട്ടെ? ഡ്രസ്സല്ല, ഇത് വേറെ ഡ്രസ്സാണ്. ഇതെന്താ എല്ലാവരും എന്നെ ഇങ്ങനെ നോക്കണേ? ഒന്നുമില്ല, എനിക്ക് തെറ്റിയതാണോ ആണെന്ന് തോന്നുന്നു. എന്തോന്ന് മണിക്കൂട്ടാ, നല്ല ഉറപ്പുണ്ടായിട്ട് വേണ്ടേ പറയാൻ. പാവം എന്റെ കൊച്ചിനെ ഞാൻ ഇപ്പൊ വഴക്ക് പറഞ്ഞേനെ. എന്തോന്ന് ഇവൻ വായി വരുന്ന വല്ലതൊക്കെ വിളിച്ചു പറയും. നോക്ക്, അവളെ ജിമ്മിൽ പോയിട്ട് വന്നതാണ്, അവൾക്ക് വലിയ ആകാരം ഉണ്ടായിക്കോളൂ. ശരി ശരി ശരി. എന്തോ എന്തോ പ്രശ്നം? ഇടി അതൊന്നും അല്ല. ഇന്ന് മാമനെ പുറത്തു പോയപ്പോ ബസ്സിൽ ട്രാവൽ ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് ബസ് കുറെ പിള്ളേർ ഒന്ന് തടഞ്ഞ് സമരമൊക്കെ ചെയ്ത്. ആ കൂട്ടത്തില് നീ ഉണ്ടെന്ന് തോന്നി മാമനും. മാമ ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ച്. ഫോട്ടോ എടുത്ത് ഞാൻ കണ്ടേ. അല്ല, എവിടെ ഫോട്ടോ? എവിടെ ഫോട്ടോ? ഫോട്ടോ കാണിച്ചോട്. കാണിക്ക്. ആ, ഇത് നമ്മുടെ ജിമ്മിലുള്ള പയ്യന്മാരാ. കണ്ട 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 കണ്ട് 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 കണ്ട്. പക്ഷെ ഈ ബ്ലാക്ക് ഡ്രസ് ഇട്ട കുട്ടി, ആ കുട്ടി, ആ കുട്ടി അത് ഞാനല്ല. പിന്നെ ഇത് ഞങ്ങളുടെ ജിമ്മിലെ ദിവ്യ, ഞങ്ങളുടെ സീനിയർ ആണ്. എന്നീ ദിവ്യയും കണ്ട ഒരു പോലെ ഇരിക്കും. തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാ ഞാനും അവള് ആണല്ലേ? എന്റെ മോളെ അങ്ങനെയും ചെയ്യില്ല, അവൾ അങ്ങനെ ഞാൻ വളർത്തുന്നത്. അല്ലെങ്കിൽ തന്നെ ബസ് തടഞ്ഞു നിർത്തി സമരം ചെയ്യാനും ചീത്ത വിളിക്കാനുള്ള ധൈര്യം എന്റെ മക്കൾക്കില്ല. ചിലപ്പോ എനിക്ക് തെറ്റിപ്പോയതായിരിക്കും. ആയിരിക്കും ചേട്ടാ, അതെ അവനെ സാധ്യത. അല്ല, പക്ഷെ എന്റെ സംശയം എന്ന് പറഞ്ഞാലേ, എന്നെ കണ്ടപ്പോ എന്തിനാ ദിവ്യ മുങ്ങിക്കളഞ്ഞത്? ദിവ്യ അങ്ങനെ മുങ്ങിക്കളയേണ്ട ആവശ്യം ദിവ്യക്ക് ഇല്ലല്ലോ, മാമന് തോന്നിയതായിരിക്കും. വിശക്കണം അമ്മ. വാ മക്കള് വാ, മക്കൾക്ക് എന്തെങ്കിലും എടുത്തരാം. എനിക്ക് അപ്പോഴേ അറിയായിരുന്നു അവളൊന്നും അല്ലത്. ഉമ്മ മനുഷ്യനെ അതിനിപ്പിക്കാനായിട്ട് ഓരോന്ന് പറഞ്ഞോണ്ട് വരും. എന്താ മാമ ആലോചിക്കുന്നേ? മണിക്കുട്ട, എനിക്കൊരു സംശയം. ഞാൻ രാവിലെ പണിക്ക് പോയപ്പോഴേ എൻ്റെ കൂടെ റിഞ്ചി ഉണ്ടായിരുന്നു ജിമ്മിൽ പോവാൻ, ജംഗ്ഷൻ വരാം. പക്ഷെ അവൾ ഇട്ടിരുന്ന ഡ്രസ്സല്ല ഇപ്പം വന്നപ്പോ.
എന്റെ മൊബൈൽ കണ്ടില്ലേ ആ ഡ്രസ്സാണെന്ന് എനിക്ക് സംശയം. ആണോ? അല്ല, എനിക്ക് ഉറപ്പില്ല. പക്ഷേ ഇപ്പൊ ഇട്ടുകൊണ്ട് വന്നതല്ല, രാവിലെ ഇട്ടത്. അപ്പൊ അവളെല്ലാം പ്ലാൻ ചെയ്ത് ചെയ്യുന്ന കാര്യങ്ങളാ മാമ. ആ, കുഴപ്പമില്ല. നീ കാര്യം പറ തലയാട്ടാതെ. ഏ? കാര്യം പറയടാ. അത് പറഞ്ഞാൽ മനസ്സിലാക്കാനുള്ള പ്രായമൊന്നും മാമനായിട്ടില്ല. നീ പറയടേ ഇങ്ങോട്ട്. അവിടെ എല്ലാ കള്ളത്തരങ്ങളും ഞാൻ പൊളിച്ചടുക്കും മാമ. അത് വേണം. മാമ ബാ. ബാ. അത് കൊള്ളാമല്ലോ. എന്തോ ചെയ്യും? അവളെ കൊണ്ട് തന്നെ സത്യം പറയിക്കണം. അതെ, അവളുടെ വായിന്ന് തന്നെ ഇത് നമുക്ക് കേൾക്കണം. എടാ, അവൾ നാക്കെടുത്ത കള്ളത്തന്നെ പറഞ്ഞു. അവൾ ഇന്നുവരെ സത്യം പറഞ്ഞിട്ടുണ്ടാ? അപ്പൊ എങ്ങനെ പറയിപ്പിക്കും? അനക്ക് വേറെ മാർഗമുണ്ട്. എന്ത് മാർഗം? മാർഗമുണ്ടെന്നേ. എന്തോന്ന്? കൊള്ളാവോ? അത് ഏ? ഉഗ്രൻ. 3 പേരും എന്റെ കൂടെ തന്നെ നിക്കണം. ഉറപ്പല്ലേ? പിന്നെ അത് കൊള്ളാം, നല്ല ഐഡിയ. അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ അല്ലേ? പെങ്ങളെ, അവൾ വന്നാ ഉടൻ തന്നെ അങ്ങോട്ട് പുകഴ്ത്താൻ തുടങ്ങണം. അങ്ങനെ പുകഴ്ത്തി 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 അവളെ അങ്ങ് പൊക്കി ചന്ദ്രനിൽ എത്തിക്കണം. അത് തന്നെ, അവളെ കുറച്ച് പൊക്കുകയാണെങ്കിലേ അവള് പൊക്കി കൊടുത്താലേ വരുന്നുണ്ടേ. എന്റെ അടിയാ, അതായത് ആ ബസ് വരിക എന്ന് പറഞ്ഞ ഒരു 60, 70, 80, 90, 100, 110 കിലോമീറ്റർ സ്പീഡിൽ ഇങ്ങനെ പാഞ്ഞു വരിക. ഡ്രൈവറാണെങ്കിൽ 4th ഗിയർ ഇടുന്ന്, 3rd ഗിയർ ഇടുന്ന്, 2nd ഗിയർ ഇടുന്ന് ഇങ്ങനെ വരുന്ന ആ ബസിന്റെ ഫ്രണ്ടിലേക്ക് കുറച്ച് പിള്ളേര് ചാടി അങ്ങോട്ട് ഇറങ്ങുക, നെഞ്ചും വിരിച്ച്. അതിന്റെ നടുക്കൊരു പെൺകൊച്ചു. എന്നിട്ട് എത്ര മനോഹരമായ ആ പെൺകൊച്ച ആ ഡ്രൈവറെ നോക്കി തന്തയ്ക്ക് വിളിച്ചത്. അത് കേട്ടപ്പോ തന്നെ എനിക്കൊരു എന്റെ ശരീരം മൊത്തം കോരിത്തെ. എനിക്ക് മണിക്കൂട്ടം പറഞ്ഞു കേട്ടിട്ടേ സത്യം പറഞ്ഞ ആമ്പിള്ളേരെക്കാളും ഭയങ്കര തന്നെ. ആമ്പിള്ളേർക്ക് ഇത്രയും കടിച്ചു കാണത്തില്ല. അല്ലെങ്കിൽ തന്നെ പെമ്പിള്ളേർക്ക് ഭയങ്കര ധൈര്യമാണ്. എനിക്കറിയാലോ. അല്ല, ഈ കണക്കിന് പോവുകയാണെങ്കിൽ ആ കുട്ടി ഒരു മന്ത്രി വരെയൊക്കെ ആവും. മന്ത്രിയൊന്നുമില്ല, DGP. അവള് നോക്കിയോ, നമ്മുടെ ഡിഫൻസിൽ പട്ടാളത്തില് ബോർഡറിലൊക്കെ പോകുന്ന നല്ല ഫൈറ്റ് ചെയ്യണം, നല്ലൊരു വലിയൊരു ഓഫീസറാവും. പിന്നെ എനിക്ക് സത്യം പറഞ്ഞാലേ ഒരു വിഷമം അവിടെ വെച്ചോണ്ട്. അതായത് ബസ് ഇങ്ങനെ കൊണ്ടുവന്ന് ചവിട്ടി അങ്ങോട്ട് നിർത്താനും ആ പെങ്കൊച്ച് ചീത്ത വിളിച്ചെന്ന് പറഞ്ഞല്ലോ. ഞാൻ നോക്കിയപ്പോ നമ്മുടെ റിങ്കിയുടെ ഒരു ഛായ, അതിന് റിങ്കിയുടെ അതേ ഡ്രസ്സും കാര്യങ്ങളും. ഞാൻ ആദ്യം റിങ്കിയെ ആയിട്ടാ ഞാൻ ആദ്യം എന്റെ മനസ്സിൽ തോന്നി വിചാരിച്ചത്. സത്യം പറഞ്ഞ അത് ആലോചിച്ചപ്പോ തന്നെ എനിക്ക് അങ്ങ് പുളകിത ഗാത്രനായി. പുലിയുടെ വീട്ടിലൊരു പുലിക്കുട്ടിയാണല്ലോ അവളെന്നുള്ളത്. അത് മാത്രമല്ല, എന്ത് കവിതാത്മകമായിട്ട് ആ ചീത്ത വിളിച്ചത്. അവളെ ഒന്ന് അഭിനന്ദിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ബസ്സിൽ നിന്ന് ആടി ഇറങ്ങി. തിക്കി തിരക്കി ഞാൻ എവിടെ അടുത്തി എന്ന്. ഇല്ല, നമ്മുടെ റിങ്കി മോൾക്ക് അതിനുള്ള ഗട്ട്സ് ഒന്നുമില്ല. പക്ഷെ പിള്ളേർ രണ്ടും പഠിക്കാൻ പിടിക്കലാണ്. ഇതിനുള്ള ഗട്ട്സോ ചങ്കൂറ്റോ ഒന്നുമില്ല. ഞാൻ സത്യം പറഞ്ഞ അവളായിരിക്കും നമ്മൾ പ്രതീക്ഷിച്ചു. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ മക്കളെ, ഇതൊക്കെ കണ്ടു പഠിക്കേണ്ട കാര്യമാണ്. ഒന്നുമില്ലെങ്കിൽ ആ പെങ്കൊച്ചെ ശബ്ദം ഉയർത്തിയത് ഒരു വലിയ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ആ ധൈര്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ്. മോളെ, നീ ഇങ്ങനെ ജിമ്മിലൊക്കെ പോയിട്ട് മസിലൊക്കെ പിടിപ്പിക്കാൻ കാര്യമില്ല. ഇങ്ങനെ പൊതുസമൂഹത്തിൽ എന്തെങ്കിലും കാര്യം നടന്നാൽ ഉടനെ ഇറങ്ങണം, പ്രതികരിക്കണം. നീതിക്ക് വേണ്ടി പോരാടണം. പോരാടണം. അതെ മോളെ കൊച്ചിന്റെ പേരെന്തോ? ദിവ്യ. അതിന്റെ ഒരു ഫോൺ നമ്പർ വരാൻ കാണും. എന്തിനു മാമ? എനിക്കൊന്ന് പരിചയപ്പെടാനാ. എന്തിനാ? അല്ല, പരിചയപ്പെടല് മാത്രമല്ല, എനിക്ക് അവരുടെ വീടൊന്ന് സന്ദർശിക്കണം. അഭിനന്ദിക്ക എന്ന് പറഞ്ഞാലേ എന്റെ അക്കൗണ്ടില് ഒരു 60,718 രൂപ കിടപ്പുണ്ട്. അതിനകത്തുനിന്ന് ഒരു 60,000 രൂപ ഇങ്ങോട്ട് പിൻവലിച്ച് ആ കൊച്ചിന് കൊണ്ടുവന്ന് നല്ല കാര്യം. അങ്ങനെ വേണം. പിന്നെ ഒരു 40,000 രൂപയുടെ ഞാൻ കൊടുക്കും. അത് തേങ്ങ വെട്ടി കാശ് വരും.
40,000 രൂപ 1 രൂപ എനിക്ക് അവൾക്ക് കൊടുക്കണം. എന്റെ ഒരു വലിയ ആഗ്രഹം കൊടുക്കണം ചേട്ടാ. അത് മാത്രമല്ല, പിന്നെ അവൾക്ക് വേറെ ഒരു സൗഭാഗ്യം ഇവിടെ വരാൻ പോകുന്നു. എന്ത് സൗഭാഗ്യമാണ്? മണിക്കുട്ടൻ ഗുരുക്കൾ അവളെ ഫ്രീ ആയി കളരി പഠിപ്പിക്കും. ആണല്ലേ, അടിപൊളി. ഞാൻ എന്റെ കുറെ മർമ്മ വിദ്യകളുണ്ട്. അതെവിടെ ഇരിക്കുന്ന എന്റെ തൊഴിലേക്ക് അത് ഞാൻ ഫ്രീ ആയിട്ട് പഠിപ്പിച്ചു. കൊള്ളാം. ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഇതൊക്കെ അറിഞ്ഞിരിക്കണം. അത് തന്നെ. അതേപോലെ മക്കളെ, നാളെ ജിമ്മിൽ പോകാൻ നേരത്തെ അമ്മ ഒരു സമ്മാനം തന്നു വിടാം. കൊച്ചിന്റെ കൊടുത്തേക്കോ? എന്ത് സമ്മാനം? സർപ്രൈസ് പിന്നെ പറയാം. ഞാൻ ഒരു കാര്യം പറയട്ടാ മണി, നമുക്ക് ആ കുട്ടിയെ ഇങ്ങോട്ട് വിളിച്ച് ഒരു ട്രീറ്റ് കൊടുത്താലോ? അല്ല, അത് ഇങ്ങോട്ട് വിളിക്കട്ട. നമുക്ക് ഏതെങ്കിലും 5 സ്റ്റാർ ഹോട്ടലിൽ വെച്ച് നടത്താം. 5 സ്റ്റാർ ഹോട്ടലല്ലേ? 5 സ്റ്റാർ ഹോട്ടലിൽ വെച്ച്. ഞാൻ സത്യത്തിൽ ഇവിടെയാണ് വിചാരിച്ചത്. ഇപ്പൊ മണിക്കൂട്ടം പറഞ്ഞ സ്ഥിതിക്ക് നമുക്കൊരു 5 സ്റ്റാർ ഹോട്ടലോ അല്ലെങ്കിൽ ഒരു റിസോർട്ടിലോ എവിടെങ്കിലും. പിന്നെ ഒരു പൊന്നാടയും കൂടി ഇട്ട് ആദരിക്കാം. പൊന്നാട ഇടാന് നമുക്ക് സിനിമാ ഫീൽഡ് ഏതെങ്കിലും മികച്ച ഒരു നടനെ വിളിക്കാം. എനിക്ക് പരിചയമുള്ളതെന്ന് പറഞ്ഞാൽ ദുൽഖർ സൽമാൻ. പിന്നെ കളരി സംബന്ധമായിട്ടുള്ള സംശയങ്ങൾ എന്റെ അടുത്തിൽ ചോദിക്കുന്ന പുള്ളി. വിളിച്ചാ വരും. ദുൽഖർ സൽമാനെ കൊണ്ട് നമുക്ക് പൊന്നാട ആ കൊച്ചിനെ കൊടുക്കണം. അങ്ങനെ വേണം. പെമ്പിള്ളാരായ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് സമ്മാനം കൊടുക്കണം. 40,000 രൂപ കൊടുത്തു കഴിയുമ്പോ 1 ലക്ഷം ആവുമല്ലോ. അത് കഴിഞ്ഞിട്ട് അടുത്ത മാസം ഞാൻ തേങ്ങ വെട്ടി കഴിഞ്ഞ ഒരു 50,000 രൂപ കൊടുക്കും. പിന്നെ കൊടുക്കും. അടുത്ത ഒഴിക്ക് വീണ്ടും ഒരു 50. അങ്ങനെ കൊടുത്ത് എന്റെ ജീവിതം മൊത്തം ഞാൻ അതിന് കൊടുത്തു. എനിക്ക് അത്രത്തോളം അത്ര ഇഷ്ടപ്പെട്ടല്ലേ? ഫാനായി പോയി. ആ കുട്ടിയുടെ ഒരു ഭാഗ്യം കണ്ടോ? നാളെ സമ്മാനം മേടിച്ചോണ്ടോ മറക്കല്ലേ എന്റെ കയ്യിന്ന്. ചെല്ല്, നീ ഇവിടെ നിൽക്കണമെന്നില്ല വെറുതെ. അതെ, അവളുടെ മുഖഭാഗം മാറിയെന്ന് കണ്ട മുഖം മാറി. മോളോടാ കളി.